ഇ.പി. ജയരാജന്റെ ഭാര്യയുടെ ഫോട്ടോ മോർഫ് ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഇ.പിയുടെ ഭാര്യയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ജോസഫ് ഡിക്രൂസിനെതിരെ വളപട്ടണം പോലീസാണ് കേസെടുത്തത്. തിരുവനന്തപുരം DCC അംഗമാണ് ഡിക്രൂസ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, രാവിലെ ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഭാര്യ പരാതി നൽകുന്നത്. തുടർന്ന് വളപട്ടണം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? രാജ്യത്ത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് രാവിലെ തന്നെ ഈ കാര്യത്തെ പറ്റി സൂചിപ്പിച്ചിരുന്നു. തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മോർഫ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് താൻ കേസ് നൽകുമെന്നുള്ളത് രാവിലെ തന്നെ സൂചിപ്പിച്ചു. അതേ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവർ കേസ് നൽകിയിരുന്നു. അതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കേസ് നൽകിയത്. അതേ തുടർന്ന് അവർ വീട്ടിൽ വരികയും ഇവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. തുടർന്നാണ് വളപട്ടണം പോലീസ് ഇന്ന് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതായത് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന പ്രവർത്തകനെതിരെ, കോൺഗ്രസ് പ്രവർത്തകനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അയാൾ ഓൾ ഇന്ത്യ ഫിഷറീസ് കോൺഗ്രസ് ദേശീയ നിർവാഹക അംഗവും കൂടിയാണ്. ഇയാൾക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ ഒരു കേസ് വളപട്ടണം പോലീസിലേക്ക് നൽകിയത്. വളപട്ടണം പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രം മോർഫ് ചെയ്തു എന്ന തരത്തിലുള്ള കേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ ഒരു കലാപ ആഹ്വാനത്തിനും ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു FIR ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് ഇ.പിക്കെതിരെയും അത്തരത്തിൽ കുടുംബത്തിനെതിരെയും നടന്നിരുന്നു. അതായത് ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ഇ.പിയുടെ ഭാര്യ KP ഇന്ദിര ഇരുന്ന ഒരു ഫോട്ടോയാണ്, അത്തരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ അടക്കം ജോസഫ് ഡിക്രൂസ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഇ.പി. ജയരാജനും അതുപോലെ തന്നെ ഭാര്യയും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പരാതിയാണ് ഇ.പി. ജയരാജന്റെ ഭാര്യ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മാത്രമല്ല, അത്തരത്തിലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് VD സതീശനാണെന്ന് കൂടി ഇ.പി. നേരത്തെ നടന്ന തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ പറയുകയുണ്ടായി. അതായത് VD സതീശനാണ് ഇത്തരത്തിലുള്ള പ്രചരിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം, തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തടക്കം സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ VD സതീശൻ ചെയ്തു എന്നുകൂടി ഇദ്ദേഹം പറയുന്നു, ഇ.പി. ജയരാജൻ പറയുന്നു. എന്തിനാൽ തന്നെയും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇ.പി. ഇത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ആ ബിസിനസ് ഞങ്ങൾ ഓഹരി താൻ വിറ്റഴിക്കാം എന്നതുകൂടി ഇന്ന് രാവിലെ ഇ.പി. മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭാര്യ പോലീസിന് കേസ് നൽകുന്നത്. വളപട്ടണം പോലീസ് കേസെടുക്കുന്നത്. എന്തിനാൽ തന്നെയും കോൺഗ്രസ് നേതാവിന് എതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ജോസഫ് ഡിക്രൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഇ.പി. ജയരാജന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വളപട്ടണം പോലീസ് ഇപ്പോൾ DCC നേതാവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്ന് അർജുൻ PS നൽകിയത്.